നമസ്കാരം. അങ്ങനെ നമ്മുടെ സംഭവബഹുലമായ 2021 എന്ന വർഷം ഇവിടെ തീരുവാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വീഡിയോ ഒരു നൈറ്റ് ഷൂട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒമാനിലെ സ്ട്രീറ്റ് ഫുഡിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റവും മസ്കറ്റ് സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഷാർലറ്റ്. വെൽക്കം ടു ഷാസ് വ്ലോഗ്സ്. ഇവർ ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ചാണ് ഒരു സാധനം ഗ്രില്ല് ചെയ്യാനിടുന്നത് കേട്ടോ. അതിൻ്റെ മണ്ടക്ക് ഇതാ അവരൊരു സോസ് ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. എന്ത് ജ്യൂസി ആണെന്നറിയാമോ ഈ ബർഗർ. ശരിക്കും ഇവരിങ്ങനെയാണ് ഈ ബർഗർ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ മല തുറന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്ന റോഡാണ് ഈ റോഡ്. നമുക്ക് മസ്കറ്റ് ഫുള്ള് ഇവിടെ നിന്നാൽ മസ്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ അമറാത്ത് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒമാനിലെ സ്ട്രീറ്റ് ഫുഡ്സിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹിലാൽ ബർഗേഴ്സിൽ വെച്ചിട്ടാണ്. ഇവിടെ രാത്രി മാത്രമേ ഉള്ളൂ ഇവിടെ ഫംഗ്ഷനിങ്. ഇവിടെ പക്ഷെ ആകെ കിട്ടുന്നത് ബർഗേഴ്സും മുഷ്കാക്കും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദിവസവും വരുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇതാ കണ്ടോ, ഈ ഇരിക്കുന്ന മുഷ്കാക്ക് എന്ന് പറയുന്ന ഈ സാധനവും ഫ്രഷ് പാറ്റീസിൽ, അതിപ്പോൾ അവരിവിടെ വെച്ചിട്ടില്ല കേട്ടോ. ഫ്രഷ് പാറ്റീസിൽ വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രഷ് പാറ്റീസിൽ ഉണ്ടാക്കുന്ന ബർഗേഴ്സും ആണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ഇതിപ്പം ബീഫിൻ്റെ ഐറ്റമാണ് അവർ വെച്ചേക്കുന്നത്. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് മുഷ്കാക്ക് ഉണ്ട് കേട്ടോ. ചിക്കന്, ബീഫ്, പ്രോൺസ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പ്രോൺസ് എല്ലാം തീർന്നു പോയി. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ബീഫാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നതും ബീഫാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മുഷ്കാക്കിൻ്റെയും ബർഗറിൻ്റെയും ഒരു ഏരിയ തന്നെയാണ്. കണ്ടോ എത്ര കടകളാണെന്ന് നോക്ക്. ഈ റോയിൽ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നിടത്ത് തന്നെ ഉണ്ട് ഒരു 6-7 കടകൾ. ഇതെല്ലാം ഈ പറയുന്ന മുഷ്കാക്കിൻ്റെയും ബർഗറിൻ്റെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ ഹിലാൽ ബർഗറിലാണെന്ന് മാത്രം. കണ്ടോ നിറയെ വണ്ടിയും. ഇപ്പം ആൾക്കാരൊക്കെ പോയി തുടങ്ങി. നല്ല രസമാണ് ഇവിടെ പുറത്ത് ടേബിളൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതൊക്കെ കാണാനായിട്ട്. ശരിക്കും ഒരു ഡിഫറെൻ്റ് ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ. ഇതാ ഇവർ ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ചാണ് ഒരു സാധനം ഗ്രില്ല് ചെയ്യാനിടുന്നത് കേട്ടോ. ചീസ് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് അവർ ബർഗർ ഉണ്ടാക്കുന്നത്. പാറ്റീസിൻ്റെ മണ്ടയ്ക്ക് ചീസ് വെച്ച് അതിൽ ഗ്രില്ല് ചെയ്ത് അത് ഇങ്ങനെ എടുത്ത് മാറ്റി അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവരിനി ബർഗർ ആക്കും. ഇതാ ഇവരിങ്ങനെയാണ് ഈ ബർഗർ ഉണ്ടാക്കുന്നത് കണ്ടോ. ആക്ച്വലി ചീസും ലെറ്റ്യൂസും ഈ ഫ്രഷ് പാറ്റീസും മാത്രമാണ് ഇവരിതിൽ ഇടുന്നത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഈ ബർഗറിൻ്റെ ടേസ്റ്റ്. അതായത് ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അവർ പിന്നെയും അത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഐറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഇപ്പോൾ സ്പൈസി മുഷ്കാക്കാണ് കേട്ടോ. അതിൻ്റെ മണ്ടക്ക് ഇതാ അവരൊരു സോസ് ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. അത് എന്താ പറയുന്ന പുളിയും മുളകും എല്ലാം കൂടി മിക്സ് ചെയ്തേക്കുന്ന ഒരു ആഫ്രിക്കൻ ജിൻസിബാരിയൻ റെസിപ്പിയാണ്. ഇത് തന്നെ ഒരു ഈ മീറ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നു. അത് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഒരു രക്ഷയില്ലാതെ ഫീലാണ്. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവും പുളിയും ആ സോഫ്റ്റ് മീറ്റും ഇവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പി. അതുപോലെ ഇവിടുത്തെ മീറ്റ് ആണെങ്കിലും ഭയങ്കര ലീൻ മീറ്റാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. എനിക്കൊന്നും കുറേ നേരം ഒരു ഒന്നിലൊക്കെയോ മസാലയൊക്കെ ഇട്ട് വെച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടാണ് ഇവരിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അടിപൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ബർഗർ എടുത്ത് കഴിച്ച് നോക്കാം. ഇതാ നമുക്ക് എന്ത് ജ്യൂസി ആണെന്നറിയാമോ ഈ ബർഗർ. ശരിക്കും അതൊരു ബൈറ്റ് എടുത്ത് നോക്കാമേ. ശരിക്കും ഒരുപാട് സോസുകളൊന്നും അവർ ഇതിലിട്ടിട്ടില്ല. ശരിക്കും അത് തന്നെയാണെന്ന് ഇതിൻ്റെ ടേസ്റ്റ്. ആ ഫ്രഷ് പാറ്റീസിൻ്റെ
ടേസ്റ്റ് അതുകൊണ്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതിൽ എൻ്റെ ഫേവറേറ്റ് ബർഗർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായ അമറാത്ത് ഹൈറ്റ്സിലേക്ക് പോവുകയാണ്. അതിനും ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ മസ്കറ്റിൽ നിന്ന് അമറാത്തിലോട്ടുള്ള റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ മല തുരന്ന് ഒരു എന്താ പറയുക 14.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ എന്തോ ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണത്. അത്രയും ഹൈറ്റ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസ്കറ്റിൻ്റെ ഓൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അത്രയും മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്ന് കാണാം. നമ്മൾ അമറാത്ത് ഹൈറ്റ്സിലേക്ക് കയറി. ഇവിടെ നിന്നാണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഒരുപാട് ഹെയർ പിൻസ് കാണാൻ സാധിക്കും. അതുവഴിയാണ് നമ്മൾ ഇങ്ങനെ റോഡിൻ്റെ അകത്തേക്ക് വരുന്നത്. മസ്കറ്റിൽ നിന്ന് അമറാത്തിലേക്ക് പോകാനായിട്ട് ഇവർ മല തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണ് ഇത്. ഇപ്പം നമ്മൾ മല കയറി കഴിഞ്ഞു. ഇനി താഴോട്ട് കുത്തനെയുള്ള ഇറക്കമാണ്. ഇതാ നോക്കി നമുക്ക് കുറച്ച് ഇതിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അമറാത്ത് റോഡിൽ നിന്ന് മസ്കറ്റ് റോഡിലേക്ക് കയറുവാണ്. ഇതൊരു 4 ലൈൻ റോഡാണ് കേട്ടോ. പണ്ട് ഇവിടെ ഒരു ഗോനു എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നത് ഈ അമറാത്തിലായിരുന്നു. അതിന് ശേഷമാണ് ഇവർ ഈ റോഡെല്ലാം ഇത്ര ഫൈനായിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. എത്ര മനോഹരമാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അവസാനം വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. മസ്കറ്റ് ഫുള്ള് ഇവിടെ നിന്നാൽ കാണാം. ഇവിടുത്തെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സും എല്ലാം കൂടി എന്ത് മനോഹരമാണ് ഇത് നോക്ക്. ധാരാളം വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല കാറ്റും തണുപ്പും എല്ലാം കൂടി ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസ്കറ്റിൻ്റെ ഭംഗി മുഴുവനായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. രാത്രിയിലുള്ള ഈ ലൈറ്റപ്പും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും കണ്ണിന് വളരെ ഒരു കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. മസ്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ അമറാത്ത് ഹൈറ്റ്സ്. നമ്മളിപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെതറൊക്കെയും നല്ലതാണ്. ഇപ്പോൾ ആ തണുപ്പും കാറ്റും കൂടിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ സൈനിങ് ഓഫ് വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.